ശാക്തീകരിച്ചിരിക്കണം എന്ന സുപ്രധാനമായ വിധി കൂടി സുജയ പാർവതി വിധി പ്രസ്താവത്തിന്റെ ഭാഗമായി എത്തുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, 2018 ജനുവരി 2-നാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന സ്വീകരിക്കാമെന്നുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വന്നിരിക്കുകയാണ്. അങ്ങ് ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിന് തിരിച്ചടിയല്ലേ? നമ്മുടെ സുതാര്യമായ ജനാധിപത്യത്തിന്റെ പ്രവർത്തനത്തിന്, തിരഞ്ഞെടുപ്പുകളിലെ സത്യസന്ധതയ്ക്ക് എല്ലാ ഹാനികരമായ ഒരു കേസിൽ വിധി പറയുന്നതിന് സുപ്രീം കോടതി ഈ 5-6 വർഷം എടുത്തു എന്നുള്ളത് തന്നെ ഒരു ശരിയായ രീതിയായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നു. വന്ന വിധിയെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികൾ പണം നൽകും കാര്യം അത് പണ്ടേ ഉള്ള ഒരു രീതി തന്നെയാണ്. പക്ഷെ ആർക്ക് എന്ത് നൽകുന്നു എന്നറിയിക്കാതെ തീർത്തും രഹസ്യ സ്വഭാവത്തിൽ ഉള്ള ഈ പണം കൈമാറ്റം അത് രാജ്യം ഭരിക്കുന്ന കക്ഷിക്കായിരിക്കും അതിന്റെ കൂടുതൽ അഡ്വാൻറ്റേജ് എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയല്ല ഈ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഇലക്ട്രൽ ബോണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ആവശ്യം വേണ്ടതായ സുതാര്യതയ്ക്ക് എതിരാണ് എന്ന കാരണത്താണ് ഇപ്പോൾ സുപ്രീം കോടതി അത് റദ്ദാക്കിയിരിക്കുന്നത്. ഒരു പൗരനെ സംബന്ധിച്ച് അവൻ അറിയേണ്ടതായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അറിയുന്നതിനുള്ള സംവിധാനം ഉണ്ടാവണം. ഇലക്ട്രൽ ബോണ്ട് എന്നത് അറിയുന്നതിനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് എല്ലാം രഹസ്യമായി നടത്തുന്ന ഒരു പണമിടപാടായി മാറിയിരിക്കുന്നു. രഹസ്യ പണമിടപാടുകൾ